എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ബൈബിൾ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവ് ചെയ്ത ഉപകാരം വലുതായാലും ചെറുതായാലും കർത്താവിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന കാര്യം, ദൈവം മുമ്പാകെ നാം നന്ദിയുള്ളവരായിത്തീരുക. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി ആവശ്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നാം പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. മറന്നു കളയുന്ന ദൈവമല്ല, നമ്മെ ആദരിക്കുന്ന ദൈവമാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അതെ, ഹല്ലേലൂയ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. പിന്നെ പറയുന്നു, അവൻ്റെ ഉപകാരങ്ങൾ മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങളിൽ നന്ദിയുള്ളവരായി തീരുവാൻ പിന്നെയും പറയുകയാണ്. ദൈവം ചെയ്ത രോഗസൗഖ്യമാകട്ടെ, സാമ്പത്തിക വഴികളാകട്ടെ, തലമുറയ്ക്ക് വേണ്ടിയുള്ളതാകട്ടെ, ശുശ്രൂഷയോട് ബന്ധപ്പെട്ടതാകട്ടെ, ഒരു വീട് തന്നതാകട്ടെ, ഒരു വണ്ടി തന്നതാകട്ടെ, ഏത് കാര്യത്തിലും ദൈവത്തിന് നന്ദിയുള്ളവരായി തീർന്നാൽ ഉറപ്പ് തരാം, ദൈവം അടുത്തൊരു ലെവലിലേക്ക് നമ്മളെ മാറ്റാനിടയാകും. അടുത്തൊരു നന്മയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകാനിടയാകും. നന്മ കിട്ടിക്കഴിയുമ്പം മറക്കുന്നവരായി തീരരുത്. നന്മ ലഭിക്കും തോറും, അനുഗ്രഹിക്കപ്പെടും തോറും ദൈവത്തെ, സ്തോത്രം, അടുത്ത് അറിയുന്നവരാകണം. അനുഗ്രഹിക്കും തോറും കുറേ കൂടെ ദൈവത്തോട് അടുക്കുന്നവരാകണം. മാനിക്കും തോറും കുറേ കൂടെ ദൈവസാന്നിധ്യത്തോട് അടുക്കുന്നവരാകണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ നിൻ്റെ അകൃത്യമൊക്കെ മോചിക്കും, സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. എൻ്റെ കർത്താവ് ചെറിയ വിഷയങ്ങൾക്കോ കുറച്ച് വിഷയങ്ങൾക്കോ അല്ല പ്രാർത്ഥന കേട്ട് നന്ദിയുള്ളവരായി തീർന്നാൽ നമ്മുടെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ മാനിക്കും. നന്ദിയുള്ളവരായി തീരാം. സകല ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരാകാം. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവാത്മാവിൽ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഞാനും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കാര്യം വെളിപ്പെടും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.